ചെയ്തു. മറ്റേ സ്റ്റിക്കറോട് before 2021 ends, what do you want to tell me? Map send. ഡിഫൻസ് അറ്റാക്കോ അറിയാം. ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തോ, കുഴപ്പമില്ല. ഡിഫൻസ് ആണ്. ഓക്കെ, മോഡ് മാറ്റാ പ്രോട്ടോ. നിങ്ങള് ഇത് മാറ്റിക്കടാ. ബിജു മോഡ് മാറ്റി. മാപ്പ് ഏതാ ഇത് അസെൻഡ്. ഇത് എടാ ഞങ്ങൾ ഡിഫെൻഡിങ് ആണ്. പാർട്ടി വോയിസ് ഓഫ് ആക്കണ്ടേ? പുറത്തു വിടാം. ബ്രേക്കിംഗ് സ്റ്റോം നിങ്ങളുടെ ഒരാളും കൂടി ഇല്ലായിരുന്നു. കൊടുക്കട്ടെ. എടാ എനിക്ക് സ്പെക്ടേറ്റർ റൈറ്റ്സ് തരുമോ പ്രോട്ടോ? ലെഫ്റ്റ് ടിക്ക് ബോക്സ്. നീ എക്സിറ്റ് ചെയ്തായിരുന്നു പാർട്ടി. കുറുക്കൻമൂല. നവീനെ നിനക്ക് ഇത് കിട്ടുന്നില്ലേ? ചീറ്റ്സ് ഹലോ. കൊടുക്കട്ടെ. കൊടുത്തോ. എൻ്റെ ഓഡിയോ ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. സ്ട്രീം ലിങ്ക് വേണേ ഷെയർ ചെയ്തോ, മറ്റേ ഗ്രൂപ്പ്സിൽ അയക്കണമെങ്കിൽ. ഈക്കോ നിങ്ങളുടെ സൗണ്ട് രണ്ടായിട്ട് കേൾക്കുന്നുണ്ട്. അത് പാർട്ടി വോയിസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. നമ്മുടെ ടീം നെയിംസ് എന്തായിരുന്നു? കുറുക്കൻമൂല eSports ആൻഡ് മറ്റേത് ഏതായിരുന്നു? ആൻറ്റിമയർ ബ്ലൂ. നമ്മളെന്താ? ഹലോ ഗൈസ്, സോറി ഫോർ ദ സ്ട്രീം ഇഷ്യൂസ്. കുറെ പേരുടെ കറണ്ടും അങ്ങനെ കുറെ കയ്യിൽ നിൽക്കാത്ത കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ 3 games നമുക്ക് ഓഫ്ലൈൻ കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ദിസ് ഇസ് ദ ലാസ്റ്റ് ഗെയിം ഓഫ് ടുഡേ. Myer ബ്ലൂ വേഴ്സസ് കുറുക്കൻമൂല eSports. അതാണ് ലാസ്റ്റ് ഗെയിം ഓഫ് ദി ഡേ. 3 ഗെയിംസ് നടന്നു. അതിൻ്റെ റിസൾട്ട്സ് പതുക്കെ നമുക്ക് ഷെയർ ചെയ്യാം എല്ലാവരായിട്ടും. ബട്ട് റൈറ്റ് നൗ വാട്ട് വി ഹാവ് ഇൻ അവർ ഹാൻഡ്സ് ഇസ് ദി ഫൈനൽ മാച്ചപ്പ് ഓഫ് ദി ഡേ. ആൻറ്റിമയർ ബ്ലൂ വേഴ്സസ് കുറുക്കൻമൂല eSports. ഡിഫെൻഡിങ് സൈഡിലാണ് ടീം ആൻറ്റിമയർ ബ്ലൂ ഉള്ളത്. ആൻഡ് വി സി റൈസൻ ലീഡിങ് ദ ടീം. ഹീസ് പിക്ഡ് ജെറ്റ്. ആൻഡ് കുറുക്കൻമൂല eSportsൽ വി സി സൂപ്പർ നൂബിൻ്റെ ടീമാണ്. ഹി ഹാസ് ഓപ്റ്റഡ് ഫോർ റെയ്ന. ഇപ്പോൾ നമ്മൾ കാണാൻ സാറിന് സേജ് കണ്ടുകൊണ്ടിരുന്നതാണ്. ബട്ട് നൗ വി ഹവ് സീയിങ് ഹിം ഓൺ റെയ്ന. സോ ലെറ്റ്സ് സീ. 0 seconds ആയിട്ടുണ്ട്. ആൻഡ് എല്ലാവരും ഏജൻറ്റ്സ് ഫൈനലൈസ് ചെയ്തു. വി ഹാവ് അനാസ്ത്ര. 2 ഡുവലിസ്റ്റ് ആണ് ഫോർ ടീം ആൻറ്റിമയർ ബ്ലൂ. ഒരു സെന്റിനൽ ഓൺ സേജ് ആൻഡ് നാപ്സ് 21 വിത്ത് സോവ. ബ്രോ ഇത് മ്യൂട്ട് ചെയ്യുക. യാ എനിക്കിത് ഇതായത് കാരണം പറ്റാതെ. മറ്റേ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യാം. സോറി. നമ്മുടെ റൈസിന്റെ ടീം അപ്പോൾ ആസ്ട്ര പിക്ക് ചെയ്തിട്ടുണ്ട്. ആസ്ട്ര ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ മാപ്പും, അതുപോലെ തന്നെ അസെന്റിൽ നല്ലപോലെ സ്റ്റോൾ ചെയ്യാൻ പറ്റിയ ഒരു ഏജന്റ് ആണ് ആസ്ട്ര കമ്പയർഡ് ടു ഓമൻ. ആസ്ട്ര ഇസ് എ ബെറ്റർ കൺട്രോളർ ഐ ഫീൽ ലൈക്ക്.
യെസ്. ഒമൻ ഇപ്പം യൂഷ്വലി ഒരു പ്രൊമാറ്റോ നോക്കിക്കഴിഞ്ഞാൽ ആരും തന്നെ പിക്ക് ചെയ്യാറില്ല. കാരണം ഒമൻ ചെയ്യുന്ന കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് ആസ്ട്രോ ചെയ്യാൻ പറ്റും. അതെ And ഭയങ്കര ഒരു എന്താ ഒരു മൊത്തം മാപ്പിൽ ഇൻസ്റ്റന്റ്ലി ഒരു സ്മോക്ക് പോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് എബിലിറ്റിയാണ്. ബട്ട് ഒമൻ ആനിമേഷൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്മോക്കിംഗ് സ്ലോ കളിക്കാനും അതെ കളിക്കാനും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ദാൻ ഒമൻ. അത്ര സ്ട്രൈറ്റ് ഫോർവേഡ് അല്ല. പക്ഷേ ഇഫ് യു മാസ്റ്റർ ഇറ്റ് റൈറ്റ് ദെൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ടീമിനെ വാല്യുബിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഏജന്റ് കൂടിയാണ് അസ്ത്ര. ഒരു ഒരു 5 സ്റ്റാക്ക് ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഇസ് കീ വൈൽ പ്ലേയിങ് ആസ്ട്ര അല്ലേ. ഒരു സൈറ്റിൽ ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ച് നോക്കിക്കണ്ട്. സോ ടീംസിന്റെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിരിക്കും ആസ്ട്രയുടെ ഗെയിം പ്ലേ. യെസ്. ആരും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആരെന്ന് നവീനായിരിക്കും. നവീനല്ലേ? ഓക്കെ, ഞാൻ നവീനാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, സോ അവന്റെ ബേർഡ്സ് ഐ വ്യൂ. യെസ്, ആസ് യൂഷ്വൽ നവീൻ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ റൗണ്ട് ഗിവിംഗ് അസ് ദി ബേർഡ്സ് ഐ വ്യൂ. നമ്മൾ ബൈ നോക്കുകയാണെങ്കിൽ 3 ഗോസ്റ്റ് ആൻഡ് ഒരു ഷെറിഫ് കമ്മിങ് ഇൻ ഫോർ ദി അറ്റാക്ക് സൈഡ് കുറുക്കൻമൂല eSports. ആൻഡ് 2 ഗോസ്റ്റും 3 ക്ലാസിക്കുമാണ് ഡിഫൻസ് ടീം. ഓക്കെ, ഞാൻ പറയുന്നത് പോലെ തന്നെ മാറി മാറി വരുന്നുണ്ട്. 3 ഗോസ്റ്റും 2 ക്ലാസിക്കും ഓപ്റ്റ് ചെയ്തിട്ടുണ്ട് ടീം ആൻറ്റി മയർ ബ്ലൂ. സോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മറ്റേ പാർട്ടി വോയിസ് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടികളിലോട്ട് പാർട്ടി വോയിസ് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. അവർ ഇതുവരെ അൺപോസ് ചെയ്തിട്ടില്ല. സോ ഒരു ചെറിയ ഡിലേ ഉണ്ടാവും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അതുവരെ നവീൻ ഷോ കാണാത്ത എല്ലാ സ്പോർട്സ് ഇപ്പൊ നവീൻ കാണിച്ചു തരും. നിനക്ക് കാണാൻ പറ്റിയ ഏത് ആംഗിൾ വേണമെന്ന് പറഞ്ഞാൽ മതി, ചാറ്റിൽ നവീൻ ഇപ്പൊ അങ്ങോട്ട് പോകും. യെസ്, നവീൻ എത്തിക്കുന്നതായിരിക്കും. നിനക്ക് സ്ഥലം ഉണ്ടായിരുന്നു? ചുമ്മാ കുറെ ഫ്ലോട്ടിംഗ് ആയിട്ട് കുറെ റോക്സ് അല്ലേ? മറ്റേ താഴെ കാണുന്നത് റേഞ്ച് ആണോ? റേഞ്ച് അതാ ഞാനിപ്പോ ചോദിക്കുന്നത്. റേഞ്ചോ അല്ലെ പ്രാക്ടീസ് തുടക്കത്തിലൊരു സാധനമല്ലേ? മേ ബി ആയിരിക്കും. I don't know. മാപ്പ് ഡിസൈൻ ഒക്കെ എന്താണേലും മാപ്പ് ഡിസൈൻ എന്താണെന്ന് ഐ ഡോണ്ട് തിങ്ക് സോ. അവരുടെ മാപ്സ് വിഷ്വലി പ്ലീസിംഗ് അല്ലാത്ത ഒരു മാപ്പും പോലെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എല്ലാം കാണാൻ ഭയങ്കര രസം. അതെ, അത് മാത്രമല്ല എല്ലാത്തിലും ഒരു ചെറിയ ഗിമിക് ഉണ്ട്. നമ്മൾ യൂഷ്വലി ഒരു കോമ്പറ്റേറ്റീവ് സീനിലെ ടൈപ്പ് കാണാത്തൊരു പരിപാടിയാണ് ഈ ഒരു ഗിമിക്സ് വരുന്നത്. യൂഷ്വലി മാപ്സ് കോമ്പറ്റേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ എന്നെല്ലാം യൂണിഫോം ആയിരിക്കും. പക്ഷേ ചില മാപ്പുകൾ ഭയങ്കര വലുതാണ്, ചില മാപ്പുകൾ റൊട്ടേറ്റ് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കും, ചില മാപ്പുകളിൽ റോപ്സ് നമ്മൾ കാണുന്നു. അങ്ങനെ ഓരോരോ റോപ്സ് എല്ലാ മാപ്പിൽ എന്തെങ്കിലും അതർ ദാൻ മാപ്പ് ലേഔട്ട് മാത്രം മാറ്റാതെ അവര് അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ എലമെന്റും കൂടെ ആഡ് ചെയ്യുന്ന ഒരു ഗെയിം പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ റിഫ്രഷിംഗ് ആണ് ബാക്കി ഗെയിംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടാക്ടിക്കൽ ഷൂട്ടേഴ്സ്. അതെ, ആൻഡ് ഒരു വർഷം ആയിട്ടുള്ളെങ്കിലും ഈവൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഗെയിംസിന്ന് പ്ലെയേഴ്സ് വന്നിരിക്കുന്ന ഒരു ഗെയിം വാലറന്റിലോട്ടാണ്. ഇപ്പം CS ആണെങ്കിലും പല ടൈപ്പ് കുറെ അധികം ഡിഫറെന്റ് ഗെയിംസ് കളിച്ചിരുന്നവർ വാലറന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റാക്ക് സൈഡ് എല്ലാവരും ബി സൈറ്റിലായിട്ടാണ് എല്ലാവരും ഏർജ് കാണുന്നത്. വിത്ത് റീകോൺ ഇറ്റ് ഷുഡ് സ്പോട്ട് 2 people and Napstino instantly taking out super noob. റീകോൺ റിവീൽ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. And through the slam he takes him down. നല്ലൊരു stall. നല്ലൊരു ഷോക്ക് ഡാട്ട്. Yep. And Sage is almost 1 HP. Backside Chris ഉണ്ട്, and he spots Nuke Vibes pushing through the CT smoke. Flow in a spot here, and a nice shot onto Flow. Shaky trying to trade out അവന്റെ teammate. Is taking CT ൽ വേറെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. And one enemy remaining. Back and forth trades, and finally it's a 2v1 in favor of defense. Assassin and Ryzen remaining. Let's see, bomb plant വന്നിട്ടില്ല. ബോംബ് ഒരു ഫേക്ക് പ്ലാന്റ് ട്രൈ ചെയ്തിട്ട് ഷേക്കി pushes down and takes down Assassin. And ഇപ്പോൾ ഒരു ക്ലൂ ഉണ്ടെന്ന് തോന്നുന്നു. And with the recon it should be confirmed. Oh, barely narrows. ഭയങ്കര നാരോ ആയിട്ട് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട് റൈസൻ ഫ്രം ദ recon. And ഷേക്കി is making his way through CT to A. Is he planning for? Okay, he's committing towards A. അവന് തിരിച്ച് ബിയിലോട്ട് പോകണ്ട. അവനൊരു മൈൻഡ് പ്ലേസ് ഗെയിം അങ്ങനെ ഒന്നും കളിക്കുന്നില്ല. നേരെ പോയി സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ നോക്കും. നല്ലൊരു ഇതാണ്, കാരണം മൊത്തം ക്ലച്ച് സിറ്റുവേഷൻ റീസെറ്റ് ചെയ്തിരിക്കുകയാണ്. നൗ ഹി ക്യാൻ പ്ലേ ദ പോസ്റ്റ് പ്ലാന്റ്. ഇപ്പം ഷേക്കിയാണ് ഇൻ കൺട്രോൾ. എവിടെ നിന്നാണ് വരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് ഷേക്കി. ബട്ട് റൈസൻ ഹാസ് ടു തിങ്ക് ഓഫ് ഓൾ ദ പൊസിഷൻസ് വെർ ഷേക്കി കെൻ ബി. ആൻഡ് ഇപ്പം സ്പാമോടെ പൊസിഷൻ ഇസ് ഗിവൺ അവേ. ബോത്ത് ആർ ഓൾമോസ്റ്റ് ഈക്വൽ HP ലാണല്ലേ? ഈക്വൽ ഒരു സിനാറിയോ ആണ്. രണ്ടുപേരുടെ HP സെയിം ആണ്. രണ്ടുപേർക്ക് ഈക്വൽ കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്ന് അറിയില്ല. ബട്ട് നൗ ദി റീകോൺ ഹസ് കം. ബട്ട് അറിയാതെ ബൗൺസ് കൊടുത്തു തോന്നുന്നു. But it does the job for Shaky.
ഷെയ്ക്കിയുടെ പ്ലാന്റ് അല്ല. ഹി കൻ ആക്ച്വലി ഗെറ്റ് ഇറ്റ് ടു ഹാഫ് നൗ. ലെറ്റ്സ് സീ. ഓ Okay, Shaky takes him off. അവനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല ഹാഫ് ആക്കാൻ തന്നെ, അപ്പൊ തന്നെ പുഷ് ചെയ്തു. അതെ. വെൽ പ്ലേഡ് ബൈ ഷേക്കി. I think it started off as a 1v3. 2v1 ആയിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഫ്രം ഷെയ്ക്കീസ് പോയിന്റ് ഓഫ് വ്യൂ. ബട്ട് അതൊരു ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ 1v3 ക്ലച്ച് ഫോർ ഷെയ്ക്കി. നല്ല രീതിയിൽ പൊസിഷനിങ്ങും എനിമി ടീമിന്റെ പൊസിഷൻസ് എല്ലാം റീഡ് ചെയ്തുകൊണ്ട് ഷെയ്ക്കി ക്ലച്ചസ് ദ ഫസ്റ്റ് പിസ്റ്റൾ റൗണ്ട് ഫോർ ടീം കുറുക്കൻമൂല eSports. അതെ, റീകോണിന്റെ യൂസേജും നമുക്ക് കാണാൻ പറ്റി. അവന് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് റൈസൻ ഒരു സ്ഥലത്തിൽ ചെറുതായിട്ടൊന്ന് ഔട്ട് പ്ലേ ചെയ്തെങ്കിലും ലാസ്റ്റ് മൊമെന്റിൽ അവന്റെ ആ യൂട്ടിലിറ്റി യൂസേജ് നമുക്ക് കാണാൻ പറ്റിയ കറക്റ്റ് സമയത്ത് യൂസ് ചെയ്തുകൊണ്ട് അവൻ ആ ഒരു ബൈ നോക്കുകയാണെങ്കിൽ 5 സ്പെക്ടേഴ്സ് കമ്മിങ് ഇൻ ഫോർ ദി അറ്റാക്കിംഗ് ടീം ആൻഡ് 4 ക്ലാസിക്കും ഒരു ഗോസ്റ്റുമാണ് ഫോർ ദ ഡിഫെൻഡിംഗ് ടീം. സ്പോട്ട്സ് ഔട്ട് ജെറ്റ് ആൻഡ് വിത്ത് ദ ഡ്രോൺ അവർ പുഷ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർനൂപ്പ് ഗെറ്റ്സ് ദി എൻട്രി ഓൺ റൈസൻ. Shaky with the second pick onto Azazel, and look at the shock darts, man. It is doing so much damage. Last round നമ്മൾ ഇത് തന്നെ കണ്ടത്. അതെ, shock darts are on point. Supernoop nice ആയിട്ട് heaven push up ചെയ്ത് ക്രിസ്റ്റിനെ pick off ചെയ്യാനുള്ള ചാൻസ് ആണ് കാണുന്നത്. Yes, he gets taken down. Last snaps 21 remaining. He gets cornered. Yes, he gets cornered. Breaking some nice ആയിട്ട് back in on the snaps 21 എടുത്തിട്ടുണ്ട്. And it's a flawless round for the defense. അതെ, ഇത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? സെക്കൻഡ് റൗണ്ടിൽ പിസ്റ്റൽ ജയിച്ച ഒരാളുടെ ഒരു ഫ്ലോലെസ് റൗണ്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് തന്നെ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ലൈക്ക് ആരും അവരുടെ സ്പെക്ടേഴ്സ് ഡൗൺ ആക്കിയിട്ടില്ല. ദേ കൻ യൂസ് ഈ സ്പെക്ടേഴ്സിന്റെ അടുത്ത റൗണ്ട് ബോണസ് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് കളിക്കാം. യെസ്, ജസ്റ്റ് ആർമർ മാത്രം ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഗോയിങ് ടു ദ തേർഡ് റൗണ്ട് ബൈ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഡിഫെൻഡിങ് ടീം മൊത്തം ഹാഫ് ആർമർ ബൈ ആണ് ചെയ്തിരിക്കുന്നത്. ദേ barely have money for their rifles it seems. നല്ല 2 റീകോൺസ് ബീങ് എക്സ്ചേഞ്ച്, ബട്ട് അതിൽ പ്രത്യേകിച്ച് ഇൻഫോ ഒന്നും ഗ്യാദർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് 2 റീകോണിലും ആരും സ്പോട്ടഡ് ആയിട്ടില്ല. ആൻഡ് ദ ഡ്രോൺ കമ്മിങ് ഔട്ട് ഫ്രം നാപ്സ് 21. ബി മെയിൻ സ്കൗട്ട് ചെയ്യാണ് ഇപ്പോൾ ഡ്രോൺ. ഇറ്റ് ഷുഡ് സ്പോട്ട് ഷേക്കി. യെസ്, ഇറ്റ് സ്പോട്ട് ഷേക്കി. അവരൊരു മിഡ് എ ഷോട്ട് കൺട്രോളും പോകുന്നുണ്ടല്ലേ? അതെ, ഒരു ഡിഫോൾട്ട് സെറ്റപ്പ്. റൈസൻ is completely unaware. റൈസൻ നോട്ട് അവെയർ ദ ഫാക്ട് ദാറ്റ് ഇവർ നടന്ന് കയറിയിട്ടുണ്ടെന്ന്. ആൻഡ് KJ നൈസ് ആയിട്ട് വന്ന് റൈസനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. സെലോ ടെക്നോട്ടിക് സ്പോട്ട്സ് KJ ബട്ട് ഹോപ്സ് ടു ഫോൾ ഓഫ്. സേഫർ ആയിട്ട് പിന്നീട് ഒരു ഫൈറ്റ് എടുക്കാം. ഹി ഹാസ് ദ ഇൻഫോ. രണ്ടുപേര് എ ഷോട്ട് ഉണ്ട്. ആൻഡ് ഷേക്കി ഈസ് വർക്കിംഗ് അപ്പ് ബി എന്നൊരു ഇൻഫോ ഉണ്ട്. സ്നാപ്സ് നൈസ് ആയിട്ട് KJ നെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിത്ത് ദ റീകോൺ ഹി ഫോൾസ് ബാക്ക്. That's a ഒറ്റയ്ക്കാണ് സൈറ്റിൽ. He is able to get one but flow trades him instantly. ഒരു 3v3 സിറ്റുവേഷൻ. ഈവൻലി ഫേവർഡ് ആണ്. അതെ, ഈവൻലി ഫേവർഡ് ആണ്. ബട്ട് ഓക്കേ, ക്രിസ് is taken down by Shaky. ആ ഒരു റൊട്ടേറ്റ് സ്റ്റോൾ ചെയ്യാൻ നല്ലോണം സഹായിച്ചു. അവന്റെ ആ ഒരു പ്രസൻസ് അറ്റ് ബി സൈറ്റ്. I think ക്രിസ് എ കമ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എയിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് തോന്നുന്നത്. And he gets caught off in the rotation. Zero Tech is actually aware Shaky ഇവിടെ ഉണ്ടെന്ന്. And he might get the timing on Shaky. Yes, it does. എക്സാക്ട്ലി, നമ്മൾ ആദ്യത്തെ റൗണ്ട് കണ്ടുപോലെ 2 ടീമിനും എക്സാക്ട് ഒരു സിറ്റുവേഷൻ. എല്ലാവർക്കും 2v2 സിനാരിയോ. ഒരു റിക്കോണിന് വേണ്ടി നൈസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ദ റിക്കോൺ ഒരു ഇൻഫോ ഉണ്ട്, ജനറേറ്ററിൽ ഒരു പ്ലെയർ ഉണ്ടെന്ന്. ആൻഡ് ദേ മൈ ട്രൈ ടു ഐസൊലേറ്റ് ഹിം, ബട്ട് ബ്രേക്ക് ഇൻ സ്റ്റോമിനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഹീസ് ദ ലാസ്റ്റ് പ്ലെയർ റിമൈനിങ്. ടെക്നോട്ടിക് ബ്ലൈൻഡഡ് നൗ. Breaking Storm takes the kill. ഒരു വാൻഡലിന്റെ ഒരു പവർ പൊട്ടിച്ചിട്ട് Breaking Storm just goes WK. Yes, I think he took a small gamble with their bomb. കുത്തുന്നില്ല എന്നൊരു റീഡ് ഉണ്ടായിരുന്നു തോന്നുന്നു. Or he simply gambled it. പക്ഷേ it worked in favor of him and he comes out with a clutch. Well played by close range accuracy ഇച്ചിരി പ്രോബ്ലം ആണെന്ന് കണ്ടപ്പോഴത്തേക്കും ആ ഒരു റൺ ആൻഡ് ഗൺ ഒരു സ്കിൽ ഇതുണ്ടല്ലോ നമ്മുടെ സ്പെക്ടറിന്. ആ ഒരു റേഞ്ചില് എനിവേ സ്പെക്ടറിനെ ബീറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഈസിലി ബ്രേക്കിംഗ് സ്റ്റോം കംസ് ഓൺ ടോപ്പ് ഇൻ ദ ക്ലച്ച്. ഫോർത്ത് റൗണ്ടിൽ ബൈ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ബൈ ആണ്. ദേ ഹാവ് 4 റൈഫിൾസ് ആൻഡ് 1 സ്പെക്ടർ. പക്ഷേ ഹാഫ് ആർമർ ആണ് ഓൺ ഓൾ ദ പ്ലെയേഴ്സ് ഫോർ ഡിഫൻസ്. ഈ തവണ വേറെ കൺട്രോൾ ഒന്നും നോക്കുന്നില്ല. അവർക്ക് ആ ബി സൈഡ് കൺട്രോൾ ആണ് വേണ്ടിയത്. നേരത്തെ അവർ എ ഷോട്ടൊക്കെ എടുക്കാൻ ശ്രമിച്ചു. ഇപ്രാവശ്യം അവർ മിഡ് കൺട്രോളും ബി മെയിൻ കൺട്രോളും ആണ് ശ്രമിക്കുന്നത്. ഷേക്കി സ്പോട്ട്സ് ഔട്ട്. സെലോ ടെക്നോട്ടിക് അതെ അൾട്ട് ഓപ്പൺ ചെയ്തു, പക്ഷേ അതെ ഡാമേജും കണക്ട് ചെയ്തിട്ടില്ല. സോ ദി ഡിഫൻസ് സൈഡ് ഇസ് ഇൻടാക്ട് നൗ. Almost missed the timing on Naps 21 there.
he's cornered right now. ഈ ഒരു കോർണറിൽ നാപ്സ്റ്റൈനെ വിളിച്ചിട്ടുണ്ടെന്ന് they know, so the attack will probably try to corner him there. Oh, the recon falls on top of Cello Technotip, so there is no way he can dodge it. ഒരു മാർക്കറ്റ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും now it's just Look at the position of Super Noob. Super Noob nice ആയിട്ട് crouch ചെയ്തിരിപ്പുണ്ട്. I don't think Cello Technotip is expecting this. Oh, he spots him. Yeah. He gets double picked by Naps and Cello Technotip, and നല്ല ട്രേഡ്സ് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു സ്മോക്കിന്റെ ലാക്കിംഗ് അവിടെ നല്ലതായിട്ട് കാണുന്നുണ്ടായിരുന്നു. I don't know ബ്രേക്കിംഗ് സ്റ്റോം നേരത്തെ യൂസ് ചെയ്തിരുന്നതെന്ന്. without his gun gets picked off by Shaky. Yes, Shaky and KJ getting 1 picks each and making it a 1v3 for Naps 21. Crispy shot from He gets the first person but gets taken down to 26 HP. KJ is spotted there. What insane crosshair placement there by Naps 21, making this clutch altogether possible. But he's barely alive. 26 HP വെച്ചുകൊണ്ട് he has to find out where Breakenstorm might be, and the smoke is an added trouble on top of this. Recon use ചെയ്യാനുള്ള സമയമില്ല, and probably Breakenstorm will play the time. Breakenstorm nice ആയിട്ട് maximum stall ചെയ്യാൻ നോക്കി, and Naps 21 has to swing wide to backside. ആക്ച്വലി നല്ല രീതിയിൽ കളിച്ചു, ഈവൻ ദോ സ്മോക്കും അങ്ങനത്തെ പരിപാടികളൊന്നും വന്നില്ലെങ്കിലും ഫൈനലി വെൻ ഇറ്റ് ബിക്കേം എ 3v3 ഐ സോ ഷേക്കി ആൻഡ് KJ നൈസായിട്ട് പുഷ് ചെയ്ത് അതൊരു പോസ്റ്റ് പ്ലാൻ സിറ്റുവേഷന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ വാക്കപ്പ് ചെയ്തിട്ട് പിക്ക് ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. റൈസിനെ പിക്ക് ഓഫ് ചെയ്തു. പ്രഷർ മീൻസ് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവർ പ്രഷർ കൊടുത്തപ്പോഴത്തേക്ക് അതിനനുസരിച്ച് കൺട്രോൾ എടുത്തു. മീൻസ് അവർ ജസ്റ്റ് വെടിവെച്ച് പ്രഷർ ചെയ്യാതെ തന്നെ അവര് സൈഡ് കൺട്രോൾ എടുത്തു അതിന്റെ കൂടെ. മീൻസ് അവർ ആ യൂട്ടിലിറ്റി വെച്ച ഡിഫൻസിനെ ബാക്ക് ഓഫ് ചെയ്യിപ്പിച്ചിട്ട് അവർ സൈഡ് കൺട്രോൾ നല്ലോണം എടുത്തു. And there is a failed recon again from Shaky. പക്ഷേ ഇപ്പൊ അതൊരു ഡിഫൻസിനൊരു ചെറിയ ഇൻഫോ ഉണ്ടെന്നാണ് that they are trying to work up A. Super Noob walking down A shot. ഒറ്റയ്ക്കല്ല, I think KJ is accompanying him. Oh, Ryzen is revealed there. Super Noob might get the timing on these players. Let's see if Ryzen expect ചെയ്യുമെന്ന്. കഴിഞ്ഞ റൗണ്ട് നടന്ന പോലെ ഒരു കഴിഞ്ഞ റൗണ്ട് 2 റൗണ്ട് മുമ്പ് നമ്മൾ കണ്ട പോലെ A shot വാക്കപ്പ് ചെയ്ത പോലെ തന്നെ അതേ രീതിയിൽ ഒരു പ്ലേ ആണ് ഈ റൗണ്ട് നമ്മൾ കണ്ടത്. ആൻഡ് Super Noob ഇതൊരു അത്യാവശ്യം വയബിൾ റൗണ്ട് ആണ് ഫ്രം ദ ഡിഫൻസ്. അത് ബ്രോക്കൺ ബൈ ആയിരുന്നു. So let's see, 3 പേരും എയിമിലാണുള്ളത്, and that recon should spot out Azazel. He might get spammed out but does not take any damage. ബുള്ളറ്റ്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അസാസലിനെ പിക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവർ കളിക്കുന്നത്. They are not leaving the position from A main. അവരവിടെ നോക്കുകയാണ്, but Azazel maximum stall ചെയ്യുന്നുണ്ട്. Breakenstorm swings wide onto Cello Technotip, closes the door. നല്ലൊരു ultimate coming from Naps 21. അതെ, Breakenstorm is alone at site. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് പ്രഷർ ചെയ്യുമായിരിക്കും slowly. Yes, and I think he's trying to isolate these 1v1s. Naps ഇവിടെ ഉണ്ട്, ഇട്ട കാര്യം അറിയാം, and Chrisന്റെ പൊസിഷൻ ഗസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് the big thing for Breakenstorm. Spike എടുക്കണം. He closes the door, or is there a door to close? No, there is no door. He spike എടുത്തു വന്നു, he taps it once and decides to stick it. രണ്ട് സൈഡിൽ നിന്നും he gets cornered and gets taken down. And is that a thrifty from the defense? ഒരു ഭയങ്കര broken by ആയിരുന്നല്ലേ? ഭയങ്കര മീൻസ് അവർക്ക് ഭയങ്കര ബ്രോക്കൺ ആയിരുന്നു. ലൈക്ക് ഒരു യൂണിഫോമിറ്റി ഇല്ലായിരുന്നു. സം പീപ്പിൾ ഹാഡ് ഗോസ്റ്റ്, ചിലവർക്ക് സ്പെക്ടേഴ്സ് ആയിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നത് അസാസിലിനെ അവരിവിടെ കുറെ നേരമായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ അവിടെ സ്റ്റോൾ ചെയ്യാൻ, അവനെ പിക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു സൈറ്റില്. ഹി സ്റ്റോൾ ദി പുഷ്, നല്ല രീതിയിൽ സ്റ്റോൾ ചെയ്ത്, and that made a huge difference. അതെ, എക്സാക്ട്ലി. അതാണ് ഈ ആസ്ട്ര യൂട്ടിലിറ്റിയുടെ ഒരു ഗുണം തന്നെ. ലൈക്ക് സ്മോക്ക് മാത്രമല്ല കയ്യിലുള്ളത്, ഒരു പുള്ളുണ്ട്, ഒരു കൺകസ് ഉണ്ട്. Yep, so 5 rounds കഴിഞ്ഞു. The score is 4-1 in favor of Kurukanmoola eSports. I think, Anti-Myer Blue teamന്റെ ഫസ്റ്റ് റൗണ്ട് ആയിരുന്നു ഇത്, and that is almost a thrifty round. ഇപ്പൊ അവരുടെ ബൈ നോക്കുകയാണെങ്കിൽ എക്കോണമി is actually നല്ല രീതിയിൽ. They have 4 rifles and 1 operator on the board. ഇവിടെ നോക്കുകയാണെങ്കിൽ 4 റൈഫിലും ഒരു സ്പെക്ട്രും ആണ് for the attacking team. Ryzen holding down tiles from a shot. Super Noob നേരെ റൈസിന്റെ ക്രോസിലോട്ട് കയറിച്ചാൽ നമുക്ക് കാണാം. യെസ്, എക്സാക്ട്ലി അത് തന്നെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്, and he goes for the second pick. But എനിക്കൊരു ബ്രേക്കിംഗ് സ്റ്റോം തന്നെ സ്മോക്ക് ഓഫ് ചെയ്താണ് ഫോർ ദ റെസറക്ഷൻ. യെസ്, നല്ലൊരു സ്മോക്കാണ് ഇത്. ഇറ്റ് മൈറ്റ് സീം വിയർഡ്, ഡിഫൻഡേഴ്സിനെ ഫേവ് ചെയ്താണെങ്കിലും ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റെസറക്ഷൻ ദേർ. അവർക്ക് ആ ഒരു ബോൾ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ അവർക്ക് റഷ് കിട്ടാൻ പറ്റും. യെസ്, സ്പോട്സ് ദ കേജ് ടററ്റ്. സോ ഒന്നിൽ കൂടുതൽ പ്ലെയേഴ്സോ ടൈൽസ് ഉണ്ടെന്നുള്ള ഇൻഫോ എന്താണെങ്കിലും ഉണ്ട്. സോ the attacking team is trying to go for
റൈസിനെ ആ ഒരു ഓപ്പനെ നല്ലോലെ പ്രഷർ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഒരു ഷോട്ട് വിഫ് ചെയ്ത് അവർക്ക് അറിയാം എന്താണ് ഇതിന് ഈസി ഒരു കില്ലാണ് ടുവേർഡ്സ് റൈസ്. അതെ, ഒരു വൈറ്റ് സ്വിംഗിൽ തീർക്കാവുന്നുള്ളൂ എന്നുള്ള കാര്യം അവർക്കറിയാം. സോ ദേ ആർ ട്രൈങ് ടു വെയിറ്റ് ഫോർ ദാറ്റ് മിസ് ഷോട്ട്. എനിക്ക് തോന്നുന്നു അവർ മിഡ് തന്നെ മാക്സിമം എന്തെങ്കിലും ഒരു പുഷിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മാർക്കറ്റിലും സീറ്റിലും നിന്നുകൊണ്ട് രണ്ടുപേരും മിഡിൽ നൈസ് ഡിഫൻസ് സൈഡിൽ പ്രഷർ കൊടുക്കുന്നുണ്ട്. സോ you're seeing a 2v4 situation in favor of defense right now. Flowing the position silo technique already kandu and that's nicely tapping down the last two players at Sabrosa. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് സൈഡിലത്തെ സോവ അവരുടെ യൂട്ടിലിറ്റി യൂസ് ചെയ്ത് ലൈക്ക് നല്ല വയബിൾ ആയിട്ട് മീൻസ് ഈ മാപ്പിൽ നല്ല വയബിൾ ആയിട്ട് തോന്നിക്കുന്നുണ്ട് സോവയുടെ യൂട്ടിലിറ്റി. ലൈക്ക് എത്ര ഈ കബീസ് ഉണ്ട്, അവർ കബീസ് എല്ലാം സ്പോട്ട് റൗണ്ട് സ്റ്റാർട്ടിൽ തന്നെ നമുക്കറിയാം ആരൊക്കെ എവിടെ ഉണ്ട്. ലൈക്ക് രണ്ടുപേരുടെ സോവാസ് ആർ പ്ലേയിങ് റിയലി വെൽ. So the second round on the board for team Antimer Blue and ഇപ്പോൾ നമ്മൾ അറ്റാക്കിംഗ് ടീമിന്റെ എക്കോണമി നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ഷാമ്പിൾസ്. അവരൊരു ഹാഫ് ബൈയിലേക്ക് ഓപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ദേ ഹാവ് സം ഹാഫ് ആർമർ ആൻഡ് സ്പെക്ടർ, പിന്നെ 2 ഷെറിഫ്സ് ആണ് നമ്മൾ കാണുന്നത്. വൈൽ ദ ഡിഫൻസ് ബൈ ആൻഡ് എക്കോണമി ലുക്സ് വെരി സ്റ്റേബിൾ. നല്ലൊരു റീകോൺ കമ്മിങ് ഇൻ ഫ്രം നാപ്സ് 21. എനിക്ക് 2 പേര് ബിമെയിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സെലു ടെക്നോട്ടിപ്പ് ഈ വാളിന്റെ മേളിൽ കൂടെ എന്തെങ്കിലും ഒരു ഇൻഫോ ഗ്യാദർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് ഫോർ മിഡ്. റൈസിന് അറിയാം എല്ലാ റൗണ്ടും ഒരു ഷോട്ട് വാക്കപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ ഹീസ് ട്രൈങ് ടു ഗെറ്റ് ദാറ്റ് പിക്ക് ദേർ. ഒരു ക്ലോസ് റേഞ്ച് ഇതാണ് ആൻഡ് റൈസിന് ഫസ്റ്റ് ഷോട്ട്. അതെ, ആ ഒരു ഫസ്റ്റ് ഷോട്ട് ഭയങ്കര ക്ലോസ് റേഞ്ചിലും വിഫ് ചെയ്ത് കാരണം ഹി ഈസ് ഏബിൾ ടു കം ഓൺ ടോപ്പ് ഓഫ് ദ ഫൈറ്റ് ദേർ. ഒറ്റയ്ക്കാണ് ഇപ്പൊ എ സൈഡിലുള്ളത്. 3 പേരല്ല 4 പേരാണ് അറ്റാക്കിംഗ് സൈഡിൽ നിന്ന് എ സൈഡിലോട്ട് കയറുന്നത്. ആൻഡ് ഹി മൈറ്റ് ബി ഏബിൾ ടു മേക്ക് എ ഹ്യൂജ് പ്ലേ ഹിയർ. ഹി ഗെറ്റ്സ് 1, ഹി ഗെറ്റ്സ് 2. അറ്റാക്കർ കിൽ ചെയ്ത ആൾട്ടിന്റെ പ്രഷറിന് മേലാണ് ഷേക്ക് ഈസ് ഏബിൾ ടു ട്രേഡ് ഔട്ട് അസാസിൽ. ഒരു 3v3 now. യെസ്, സൂപ്പർനൂമിന്റെ പൊസിഷൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടറിയണം. ഓ, ഹി ഗെറ്റ്സ് ടൈമിംഗ്. Naps 21 catches Supernoom with his pants down. Let's see, ഇതൊരു സക്സസ്ഫുൾ റീടേക്ക് ആയി മാറോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഷേക്കി ഈസ് ട്രൈങ് ടു പ്ലേ ദി അൾട്ടിമേറ്റ് ബിക്കോസ് ഓൾറെഡി എ മെയിനിലൂടെ ബാക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹി ഈസ് വെരി ലോ. ബ്രേക്കിംഗ് സ്റ്റോം ആക്ച്വലി ഹെവൻ ആണ്. They did not expect Breaking Storm backside. He is able to get one and Naps 21 cleans it up for team Antimer Blue and that's the 3rd round on the board അല്ലേ. അതൊരു ഭയങ്കര ബ്രോക്കൺ ബൈ ആയിരുന്നു ഫ്രം ടീം കുറുക്കൻമൂല eSports. പക്ഷേ സ്റ്റിൽ ഇറ്റ് മേഡ് എ ലോട്ട് ഓഫ് ഇമ്പാക്ട്. ഒരു KJ ആൾട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ബൈ വെച്ചിട്ട് ദേ മേഡ് എ ഹ്യൂജ് ഇമ്പാക്ട്. ഒരു റസ് വേസ്റ്റ് ചെയ്യേണ്ട വന്നു ഇവിടെ. സോ ദ സ്കോർ ലൈൻ ഇസ് ലുക്കിംഗ് വെരി ക്ലോസ്. 3-4 ആണ് സ്കോർ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ. റൈസിന് സ്റ്റിൽ പ്ലേയിങ് എ ഷോട്ട്. അവൻ ഒരു ഓപ്പന്റെ ഒരു സർപ്രൈസ് എലമെന്റ് കൊണ്ടുവരുന്നില്ല. അവന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് അവൻ ഓക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. മിഡില് പീക്ക് ചെയ്യാൻ പോവാണ്. ഐ തിങ്ക് ഹി ഹാസ് ദി ഓപ്പറേറ്റർ ഇൻ മിഡ് റൈറ്റ് നൗ ആൻഡ് ഒരു ഫുൾ ഈവൻ ബൈ റൗണ്ട് നമ്മളിപ്പോൾ ഫൈനലി കാണുകയാണ്. ആൻഡ് ദി അറ്റാക്ക് സൈഡ് ഇസ് ഹെവിലി ലീനിങ് ഓൺ ടു ബി റൈറ്റ് നൗ. ഒരു ഡ്രോണിന്റെ പുറകെ ദേ മൈറ്റ് ട്രൈ ടു വാക്ക് ഇൻ. ബ്രേക്കിംഗ് സ്റ്റോം 2 പേരുടെ ബാക്ക് ലൈൻസിൽ എത്തിയിട്ടുണ്ട്. ഹി ഗെറ്റ് അതെ, ഓൾമോസ്റ്റ് 2 പേരെ സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അവിടെ. പക്ഷേ ഹി ഗെറ്റ്സ് 1 and it's a 3v4 now in favor of attack side. ബ്രേക്കിംഗ് സ്റ്റോം തന്നെ എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. 2 പേരെ അവിടെ കാണുമായിരിക്കും. ക്രിസിന്റെ അവിടെ നല്ലൊരു ഫ്ലാഷ്. ഹി ടേക്സ് ഡൗൺ ഷേക്കി. ബോംബ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ഐ തിങ്ക് team Antimer Blue has already initiated the retake. And it's a 1v1. He does not know where KJ is. KJ actually even വന്ന വഴി തന്നെ ഉണ്ട്. Oh, KJ coming on top of Azazel right there. Saves the operator for the next round. എല്ലാ റൗണ്ടും നമ്മൾ കാണുന്നത് ഭയങ്കര ക്ലോസ് ആയിട്ടാണ്. അതെ, എവറിത്തിങ് ഈസ് കമ്മിങ് ഡൗൺ ടു ദ വയർ. അങ്ങനെ ഒരു ഫ്ലോലെസ് റൗണ്ട് ഒന്നും നമ്മൾ പിന്നെ കണ്ടിട്ടില്ല തുടക്കത്തിൽ കണ്ടുപോലെ. Other than that second round വേറൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാം is coming to 1v1s 2v2s. ഡിഫൻസ് സൈഡ് മോസ്റ്റ്ലി ഒരു ഫിക്സ്ഡ് പ്ലേ സ്റ്റൈലാണ് ഇപ്പം എനിക്ക് കണ്ടു തോന്നുന്നത്. ഐ തിങ്ക് ആൻഡ് ദി അറ്റാക്ക് ഹാസ് ദ റീഡ്. അവരെല്ലാ റൗണ്ടും ഒരു ഫീനിക്സ് ബാക്ക് സൈഡ് കളിക്കുന്നുണ്ട്, മോൺ ബി സോവ മാർക്കറ്റ് കളിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ഫിക്സഡ് സെറ്റപ്പിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുകയാണെന്ന് തോന്നുന്നു ഫ്രം. ബട്ട് റൈസിൻ ഇസ് സ്പീക്കിംഗ് എ ഷോട്ട് വിത്ത് ദി ഓപ്പറേറ്റർ
Let's see എന്തെങ്കിലും ഒരു impact ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. Both teams have an operator in mid right now. The turret spotting out KJ, but he's taking the damage and makes it worth. Finds new quads. Chris a drone. Oh, Supernova actually ഡിഫൻഡേഴ്സിനെ കണ്ണു വെട്ടിച്ച് സൈറ്റിലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് ക്രിസ് ഹാസ് ത്രീ ദാറ്റ് ഫസ്റ്റ് ലൈനിൽ ഒരു പ്ലെയർ ഉണ്ട്. സൂപ്പർനോ പക്ഷേ ഓവർ കമ്മിറ്റ് ചെയ്യാണ്ട് ഹീസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ടീംമേറ്റ്സ്. നല്ലൊരു ഫ്ലാഷ് കമ്മിങ് ഫ്രം ക്രിസ് ബട്ട് ബ്ലൈൻഡ്സ് നോബഡി. Breakinstone takes out Navs 21 on CT. Oh, Chris is unable to get the frag onto Supernova. He comes on top there. ഒരു 4v2 in favor of attack side. And എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആവശ്യത്തിന് ഒരു നല്ലൊരു പോസ്റ്റ് പ്ലാൻ സിറ്റുവേഷൻ ആണ് ഫോർ ടീം. Out of nowhere, Azazel is coming up with 2 big kills but gets traded by Breakinstorm. Breakinstorm still has the operator. I think അത്യാവശ്യം feasible ആണ് ഇപ്പോഴും റീടേക്ക്. അതെ, വളരെ നല്ലൊരു പൊസിഷനിലോട്ട് മാറിയിട്ടുണ്ട്. But he misses the first shot and now I think Cello Technotip might completely ignore him and go for the bomb. Yes, that is exactly what happens. Site-le ബാക്കിയുള്ള ആ ഒരു പ്ലെയറിനെ തപ്പി നടക്കുകയാണ് Cello Technotip, but does he have time? Nice shot onto Flo. Has to stick now and there is no other possibility. There is no time. കഴിഞ്ഞ ഒരു റൗണ്ടിൽ സേവ് ചെയ്ത ഓപ്പറേറ്റർ വെച്ച് മാക്സിമം ഇമ്പാക്ട് ആണ് Breakinstorm ഈ റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹി ഗെറ്റ്സ് 2 people there and finally switches off to the Vandal for the last and final kill. നല്ല രീതിയിൽ അതെ, ഒമന്റെ യൂട്ടിലിറ്റീസ് നല്ല രീതിയിൽ, ഈവൻ ദോ എനിമി ടീമിൽ ഒരു അസ്ത്ര ഉണ്ട് ആൻഡ് അതിനേക്കാളും ഒരു ടെക്നിക്കലി ഇപ്പോൾ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ ഏജൻസിന്റെ പൂൾ നോക്കി കഴിഞ്ഞാൽ ഒരു നെർഫ് ഏജന്റ് ആണെങ്കിലും ഹീസ് മേക്കിംഗ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ദോസ് ഫ്ലാഷസ്, സ്മോക്സ് ആൻഡ് ടെലിപോർട്ട്സ്. നമ്മൾ അവിടെ ടെലിപോർട്ടിനെ യൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ നോർമലി അങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ബട്ട് ഹി മേഡ് ഷുവർ ആ ഒരു പൊസിഷൻ അറിയാം സേജിന് ആൻഡ് ഹി ടെലിപോർട്ടഡ് ടു ദ റൈറ്റ് പൊസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. റൈസിന്റെ പൊസിഷൻ ഹി ടേക്സ് ഔട്ട് വൺ ആൻഡ് ഗോസ് ബാക്ക്. നല്ല രീതിയിൽ ജെറ്റിന്റെ യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യുന്ന റൈസൻ. ഹി ഗെറ്റ്സ് വൺ ആൻഡ് ഡാഷസ് ബാക്ക് ഓൺ ടു സൈഡ് ഓൺ ടു സേഫ്റ്റി. ഒരു 4v5 ആയിട്ടുണ്ട് റൗണ്ട് സ്റ്റാർട്ടിൽ തന്നെ. ഷേക്കി ഡസ് നോട്ട് എക്സ്പെക്ട് റൈസൻ ടു ബി ദേർ അല്ലേ, കാരണം അത്രയും അഗ്രസീവ് ആയിട്ട് ഒരിക്കലും ബി സൈഡിൽ ഇവർ കളിച്ചിട്ടില്ല. ബട്ട് ഫ്ലോ കംസ് വിത്ത് ദ റെസ്റ്റ്. അതെ, സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി റീസെറ്റ് ആയിട്ടുണ്ട്. ബട്ട് ഷേക്കി ഈസ് കോർണർഡ് ആൻഡ് ഐ തിങ്ക് ദേ നോ അല്ലേ. Let's see, he's I think able to walk out there for free. Yes, Shaky is able to escape out. Ryzen രണ്ടാമത് ഒരു പീക്കിന് വേണ്ടി പോകുന്നത് നമുക്ക് ഇവിടെ കാണാം. Meanwhile, attack side മൊത്തം മിഡിലെ വാൾ പൊട്ടിച്ചിട്ടുണ്ട്. They are trying to get some positioning expect Supernova he does and takes. Oh, there is a wide swing coming from Supernova and gets snaps 21. Breakinstorm with a frag on Cello Technotip. Ryzen the flank is also spoiled. Shaky is actually going for the lurk. Azazel again manages to take one on A side. One enemy remaining. Finally it's a 4v1 and Chris is remaining. And they know, I think Chris eppozhum B കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് അറിയാം. So I think they should know he is ideally going to come from CT and with aim involved of അവർക്ക് ആകെ ഒരു നോക്കേണ്ട ഒരു ആംഗിൾ ഉള്ളൂ and that's 7. It's a very tough retake scenario for Chris, but he can only try to take some few picks and he gets Shaky down. He spots Flo. Let's see. Oh, the timing there. Flo is able to get him before he flashes out. So after 10 rounds ഒരു 7-3 സ്കോർ തന്നെയാണ് നമ്മൾ കാണുന്നത് in favor of the attack side which is Kurukanmoola eSports. അവർ നല്ല രീതിയിൽ ഡിഫോൾട്ട്സും റഷസും എല്ലാം മാറി മാറി കളിക്കുന്നുണ്ട് and they are just simply exploiting the way they walk up A shot man. Like A shot walk up ചെയ്തിട്ട് അവർക്ക് ഈ ഗെയിമിൽ കിട്ടിയിരിക്കുന്ന എൻട്രീസിന് കയ്യും കണക്കില്ല എന്ന് തന്നെയാണ് പറയണം. Exactly. ആ മിഡിൽ ഒരു പ്രഷർ അവർ നല്ലൊരു യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് and the defense side is not able to recover അല്ലേ. അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് കൗണ്ടർ പ്ലേ ചെയ്യേണ്ടത്. ആ ഒരു മിഡ് പ്രഷർ മിഡിൽ അവർ എല്ലാ റൗണ്ടും എടുക്കുന്നുണ്ടല്ലോ ഒരു ഇൻഫോ ഉണ്ടെന്ന്, അല്ലാണ്ട് അതൊരു കൗണ്ടർ ചെയ്യാൻ ഒരു പ്ലേ ഇതുവരെ ഡിഫൻസ് സൈഡിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. റൈസൻ അഗൈൻ ഹോൾഡിംഗ് ഹിസ് ഫ്രൻസി ഡൗൺ ഓൺ എ ഷോട്ട്. ഷേക്കി റൗണ്ട് സൈഡിൽ തന്നെ ഡ്രോൺ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഷെറഫിന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം സൗണ്ട് വെച്ചിട്ട് ഐ തിങ്ക് ദേ ഷുഡ് നോ ഇതൊരു ഭയങ്കര ബ്രോക്കൺ ബൈ ആണ്. വി മൈറ്റ് ബി ഏബിൾ ടു ഗെറ്റ് ബി സൈഡ് ഫോർ ഫ്രീ. നല്ല രീതിയിൽ ഷോട്ട് ആയിട്ട് വെച്ചിട്ട് ന്യൂ ക്വൈപ്സിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. Let's see, the final commit is coming in from Team Kurukanmoola onto B side. Chris is waiting for his timing. Yes. Again, Shaky fully blinded. He is able to take him down with just a ghost.
3v3 scenario ആണ്. But Ryzen has a frenzy. അത് നമുക്കറിയാം. Long range is Spike not so planted. viable. He's waiting for his teammates. I think Navsന്റെ അടുത്ത് മിഡ് ക്ലിയർ ചെയ്തിട്ട് വരാൻ ഒരു കോൾ ആണെന്ന് ബിക്കോസ് ഐ തിങ്ക് ദേ നോ ഒരാൾ CT പുഷപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കോൾ അറിയാൻ തോന്നുന്നു. He's aware also about this. No, and it's a close one. Super Noob gets it Reina back on Altland, Ryzen. he's at full HP. നല്ലൊരു spam almost connecting onto breaking slam from Navs. It's a 2v2 now. One enemy Nice remaining. shot onto flow. And finally breaking stamina expect ചെയ്തു and that's a thrifty round by the defense side. നമ്മളിപ്പോ ഈ മാച്ച് കാണുന്ന രണ്ടാമത്തെ thrifty ആണിത്. With simply frenzies and sheriffs they bring a victory to the team. അതെ അവര് ആ ഒരു ബീക്കർ വെപ്പനറി ആണെങ്കിലും അവർ ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ല. അവർ Last round in the half. എബിലിറ്റീസ് വെച്ച് യൂസ് ചെയ്തിട്ട് ആൾക്കാർ ഐസൊലേറ്റ് ചെയ്ത് Navs 21 അതെ Navs 21 റൗണ്ട് സൈഡ് തന്നെ ഷോക്ക് ഡാറ്റ് യൂസ് ചെയ്ത ഒരു പ്ലെയറിനെ ഡൗൺ ആക്കി ന്യൂ പൈപ്സിനെ ഐ തിങ്ക് ടൈൽസിൽ കില്ല് ചെയ്യുകയുണ്ടായി ആൻഡ് ദെൻ അവിടുന്ന് വെപ്പൺസ് റിക്കവർ ചെയ്തിട്ട് യൂസിങ് ദ വെപ്പൺസ് ദേ ഗോട്ട് ഫ്രം ദ ഗ്രൗണ്ട് അവർ സിംപ്ലി റൗണ്ട് ക്ലച്ചപ്പ് ചെയ്യാണ്. സോ ഇൻസൈൻലി ഗുഡ് റൗണ്ട് ഫ്രം ടീം ആൻറ്റി മയർ ബ്ലൂ. ലെറ്റ്സ് സീ ഐ തിങ്ക് അവരുടെ ഈ ഹാഫിലെ ലാസ്റ്റ് റൗണ്ട് ആണിത്. റൗണ്ട് 12-4-7 സ്കോർ ലൈൻ ആൻഡ് ഇറ്റ്സ് Shake, okay, it's a bad buy for the attacking side. Shake idayil aage ulla oru sheriff aanu, but let's see. Super Noobine despawn to B main il lock cheyan vedittu. I think they're trying to get picks on A. Avaru A il orb collect cheyidittundu and let's see with the drone Shaky ku endana information gather cheyan patta. Assassin is holding his fortress down there on behind the green boxes. പിന്നെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു ബട്ട് ഈ റീപൊസിഷൻസ് ഐ തിങ്ക് അത് കേട്ടു തോന്നുന്നു ആൻഡ് ഷേക്കി വിത്ത് എ നൈസ് ഷോട്ട് ഡാറ്റ് ഓൺ ടു നല്ല ലോ ആക്കിയിട്ടുണ്ട്. Navs 21 ആക്ച്വലി സൂപ്പർ നൂബിനെ പണിഷ് ചെയ്തിട്ടുണ്ട് അവിടെ ഡോർ ക്ലോസ് ചെയ്യാൻ വന്ന പുഷ് ആൻഡ് ക്രിസ് വിത്ത് ദി അൾട്ടിമേറ്റ് ടേക്സ് ഡൗൺ ബ്രേക്കിംഗ് സ്റ്റോം. ഒരു അറ്റാക്കർ കിൽ ജോയിങ് കൂടി വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ ഇഫ് ദിസ് ഇസ് ഇനഫ് ടു ഗെറ്റ് ദം ദ സൈറ്റ്. ഇറ്റ്സ് എ 3v3 നൗ. പക്ഷെ സൈറ്റ് ഇപ്പോഴും കൺട്രോൾ കിട്ടിയിട്ടില്ല. ഈവൻ ദ ലോക്ക്ഡൌൺ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും ദേ സ്റ്റിൽ ഡോണ്ട് ഹാവ് സൈറ്റ്. Finally they spot 2. ഇപ്പോഴും റിക്കോണിലെ പിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. Navs 21 is able to take down 2 on top of that. ലാസ്റ്റ് ജെൻ ആണെന്ന് അറിയാം. What a round from Navs 21. Initially ആ സൂപ്പർ നൂബിനെ പിക്ക് ഓഫ് ചെയ്തതിനു ശേഷം he finally kills himself in his happiness. So അടിപൊളി റൗണ്ട് ആയിരുന്നു. ആ ഒരു KJ അൾട്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടും അവർക്ക് സൈറ്റ് കൺട്രോൾ കൊടുത്തില്ല എന്നുള്ളതാണ്. That is an insane hold. അതെ ക്രിസ്റ്റിന്റെ അൾട്ട് പേടിച്ചിട്ട് അവർ നിന്നു. They don't want to give free ആ ഒരു കില്ല് വെറുതെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പേടിച്ച് നിന്നു. ആ പവർ KJ അൾട്ടിമേറ്റിന്റെ എക്സാക്ട് പോയിന്റ് അവിടെ വേസ്റ്റ് ആയി. സോ ആന്റിമയർ ബ്ലൂ ഡിഡ് എ വെരി ഗുഡ് ജോബ് there. And 5-7 ഹാഫ് ആണ് നമ്മളോട് കാണുന്നത്. ഇൻസൈൻ മാച്ചപ്പ് കമ്മിങ് ഇൻ. ഫൈവ് നോക്കിക്കഴിഞ്ഞാൽ 3 ഗോസ്റ്റ് ആണ് രണ്ട് ടീമിന്റെയും കയ്യിലുള്ളത് ആൻഡ് 2 others opting for classics and utilities. Team Anti-Myer Blue going for an A push, I think. They 5 people A, 5 players A main പുറത്താണുള്ളത് and defense is having 3 people on A right now. Scanning ahead. Yes, Reconl ആരൊന്നും revealed ആയിട്ടില്ല. They are holding their positions like that. Smoke fade ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു but they are giving lot of noise on A. Let's see finally ഒരു commit തന്നെ വരികയാണ്. Okay, they are trying to flash out of the smoke I think. Yes, the smoke come in. Breaking Storm gets the first pick on Navs 21. Oh, Breaking Storm actually രണ്ടുപേരെ pick off ചെയ്തിട്ടുണ്ട്. ആ ടററ്റ് ഡിലേ ചെയ്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. Super Noob pushes out of the smoke and picks down Assassin.